ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കിൽ ഒന്നിന് തീപിടിച്ചു. ദുബായ് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. ദുബായ് എയർപോർട്ട് റോഡും എയർപോർട്ട് ടണലും താൽക്കാലികമായി അടച്ചിട്ടു. ചില വിമാനങ്ങൾ ദുബായിലെ തന്നെ മക്തൂം എയർപോർട്ടിലേക്ക് തിരിച്ചുവിടും. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങളുമായി ചേർന്നു. ഷിനോജ്, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? അജിൻസ്, ഇന്ന് പുലർച്ചെയാണ് ദുബായ് വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു വിമാനത്താവളത്തിൽ തന്നെ വിമാനങ്ങൾക്ക് ഏവിയേഷൻ ഓയിൽ നൽകുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു എണ്ണ ടാങ്ക് തീപിടിച്ചു. അപ്പോൾ മുതൽ വലിയ തീപിടുത്തമാണ് വിമാനത്താവളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നത്. ആകാശമുട്ടെ തീ ഉയർന്നു കത്തുന്നത് ഈ റോഡിനടിയിലൂടെയൊക്കെ പോകുന്നവർക്ക് കാണാൻ കഴിയും. അത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് ദുബായ് മീഡിയ ഓഫീസും അതേപോലെ തന്നെ വിമാനത്താവളം അധികൃതരും പറയുന്നത്. അതിനുശേഷം വിമാന സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്നുള്ള പറയുക, ചില സ്ഥലങ്ങളിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് അല്പം മുമ്പ് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിമാനത്താവളത്തിനടുത്തൂടെ കടന്നു പോകുന്ന എല്ലാ റോഡുകളും പാലങ്ങളും ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ഇപ്പോൾ. അജിൻ, ഷിനോജ്, നേരത്തെ ഇവിടെ വിമാന സർവീസുകൾ തുടർന്നിരുന്നോ? വിമാന സർവീസുകൾ നിയന്ത്രിതമായ രീതിയിൽ യുഎഇയിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും തുടർന്നിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും തിരക്കുള്ള ഒരു വിമാനത്താവളമാണ് ദുബായ്. ദുബായിലെ എല്ലാ ടെർമിനലുകളും സജീവമായിരുന്നു. ഒരു ഷെഡ്യൂൾഡ് സർവീസ് ആയിരുന്നില്ല, പക്ഷേ നിയന്ത്രിതമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വിമാന സർവീസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എമിറേറ്റ്സിന്റെയും ഫ്ലൈ ദുബൈയുടെയും വിമാനങ്ങൾ സജീവമായി സർവീസ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴും ദുബൈയിലേക്ക് വരുന്ന ചില വിമാനങ്ങൾ ദുബൈയിലെ തന്നെ മക്തൂം വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടുന്നുണ്ട്. അല്പം മണിക്കൂറുകൾക്കകം വിമാനത്താവളം പഴയ രീതിയിലാകുമെന്നുള്ള ഒരു സൂചനയാണ് ദുബായ് സിവിൽ ഏവിയേഷൻ അധികൃതർ നൽകുന്നത്. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകി. ദുബായ് എയർപോർട്ടിലേക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. വിമാനത്താവളം അടച്ചിട്ടു എന്ന വിവരമാണ്. വിമാനത്താവളത്തിൽ ഒരു എണ്ണ ടാങ്കിൽ തീപിടിച്ചു എന്ന വിവരവും നൽകുന്നുണ്ട് ഷിനോജ് ഷംസുദ്ദീൻ.